ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഇത് 2 പുളിഞ്ചിക്ക സ്റ്റാർ പുളിഞ്ചിക്കയാണ് അതെടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിനെ ഒന്ന് അടച്ചു വയ്ക്കാം. ഞാനിത് രാത്രിയാണ് ചെയ്ത് വെച്ചത്. ഇത് ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ നോക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ടുക. കടുക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ തലേ ദിവസം ഇട്ട് വെച്ചിട്ടുള്ള പുളിഞ്ചിക്കയാണ്. അതിലിതാ ഉപ്പും പുളിയും ഊറി നിൽക്കുകയാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിത് എടുക്കണില്ല. ഇത് കുറച്ച് പുളിപ്പ് കൂടുതലായതുകൊണ്ട് അതിന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് മാറ്റിയെടുക്കാനാണ് പോണത്. ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. മാറ്റിയെടുത്തിട്ടുള്ളത് പുളിപ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതിലേക്ക് വേണ്ടിയാണ്. കടുവെല്ലാം പൊട്ടിയതിനു ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടിയാണ് ഇടുന്നത്. ഇത് കാശ്മീരി മുളക് പൊടിയാണ്, എരിയില്ലാത്തതാണ്. നിങ്ങൾ എരിവുള്ളതാണെങ്കിൽ അത് കണക്കാക്കി ഇട്ടാൽ മതി. അതെല്ലാം ഒന്ന് ചെറുതായി ഒന്ന് വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ആ വെള്ളത്തിന് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് തിളക്കി അതിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പൊക്കെ എടുത്ത് മാറ്റിയതാണല്ലോ, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇത് ഇനി ഒന്ന് നല്ലതായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരണം. ഇത്രയും ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗവിനെ ഒന്ന് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിഞ്ചിക്ക ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എത്ര കറി ഉണ്ടായിരുന്നാലും ഒരു അച്ചാറെങ്കിലും വേണം നമുക്ക് ഊണ് കഴിക്കാൻ വേണ്ടി. അതില്ലെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്ക് അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പുളിഞ്ചിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.